ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓഡിറ്റി എന്ന മൂവിയാണ്. തന്റെ സഹോദരിയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യം തേടി ഇറങ്ങിത്തിരിക്കുന്ന അന്ധയായ ഇരട്ട സഹോദരി. എന്നാൽ അമാനുഷികമായ എന്തൊക്കെയോ അന്ന് രാത്രി ആ വീട്ടിൽ സംഭവിച്ചിരുന്നു. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഡാനി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അവൾ തന്റെ ഹസ്ബൻഡ് ടെഡിന്റെ കൂടെ ചേർന്നിട്ട് ഈ ഒരു വീട്ടിലേക്ക് താമസം മാറാനിരിക്കുകയാണ്. വീട്ടിൽ കുറച്ചധികം പണിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ അതെല്ലാം തീർത്ത് രാത്രി അവിടെ തന്നെ തങ്ങാൻ തീരുമാനിക്കുകയാണ്. ടെഡ് ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്കന്ന് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. വീട്ടിലേക്കൊന്ന് വരില്ല എന്നും നീ അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ നിന്നോ എന്നും അയാൾ പറയുന്നു. അങ്ങനെ സമയം രാത്രിയായി. ഉള്ളിലൊരു ടെന്റ് അടിച്ചിട്ട് അവിടെ കിടക്കാനായിരുന്നു ഡാനിയുടെ പ്ലാൻ. അവിടെ ആകട്ടെ ഇലക്ട്രിസിറ്റി വന്നിട്ടുണ്ടായിരുന്നില്ല. തന്റെ ഫോൺ നോക്കിയിട്ട് കാണുന്നില്ല. അവള് കാറിലൊന്ന് പോയി നോക്കാമെന്ന് കരുതിയിട്ട് കാറിലേക്ക് പോയി തന്റെ ബാഗിലെല്ലാം പരിശോധിക്കുന്നു. ഫോൺ അവിടെയുമില്ല. ഒരു ടോർച്ചുമായിട്ട് തിരിച്ചു വന്ന് അവൾ വീട്ടിലേക്ക് കയറി വാതിലെല്ലാം നല്ല പോലെ അടച്ചു പൂട്ടി. കുറച്ചു കഴിയുമ്പോൾ പുറത്താരോ വന്ന് നോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ആ വലിയ ഡോറിന്റെ ചെറിയൊരു ഭാഗം ഓപ്പൺ ആക്കി നോക്കുന്നു. പുറത്ത് നാളെ കണ്ടതും അവൾ പെട്ടെന്ന് പേടിച്ചുപോയി. അയാളുടെ ഒരു കണ്ണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ആരാ എന്താന്നൊക്കെ അവള് പേടിയോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണമെന്ന്, അല്ലെങ്കിൽ എന്നെ ഉള്ളിലേക്ക് കയറാൻ അനുവദിക്കണം. നിങ്ങൾ അപകടത്തിലാണ്. ഈ വീട്ടിലൊരാൾ അതിക്രമിച്ച് കയറിയിട്ടുണ്ട്. അയാൾ പറയുന്നത് ഒന്നും തന്നെ ഡാനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, ഇവിടെ നിന്ന് പോന്ന് പറഞ്ഞിട്ട് അവൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ അയാൾ പറയുന്നു, നേരത്തെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയില്ലയോ ആ കാറിന്റെ അടുത്തേക്ക്, ആ സമയത്ത് ആരോ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ആരും കയറുന്നത് ഞാൻ കണ്ടില്ലല്ലോ എന്ന് അവൾ പറയുന്നു. നിങ്ങൾ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. നിങ്ങളെ കൊല്ലാനാണ് അയാൾ വന്നത്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എന്നെ ഉള്ളിലേക്ക് കയറാൻ അനുവദിക്കൂ. ഞാൻ അകത്ത് കയറി നോക്കാം. ആരും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം. നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല. അവൾക്ക് ആകെ പേടിയായി. അവൾ തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്ന് പോലീസിനെ വിളിക്കുക. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ഞാൻ അകത്തേക്ക് കയറുമ്പോഴല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. പോലീസിനെ വിളിക്കുന്ന അയാൾ നിർബന്ധിക്കുന്നു. എന്നാൽ അവളുടെ കയ്യിലാകട്ടെ ഫോൺ ഉണ്ടായിരുന്നില്ല. അയാളുടെ കയ്യിലും ഫോണില്ല. ഒടുവിൽ അയാൾ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എന്നെ വിശ്വസിക്കണം, ഇവിടെ എന്തോ അപകടമുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോർ തുറക്കുന്നു. അങ്ങനെ രണ്ടും കളിപ്പിച്ച് അവൾ ഡോർ തുറക്കാമെന്ന് തീരുമാനിച്ച് അവൾ ഡോർ തുറന്നോ ഇല്ലയോ എന്നൊന്നും തന്നെ നമുക്കറിയില്ല. പിന്നീട് കാണിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമുള്ള കഥയാണ്. ഒരു മെന്റൽ ഹോസ്പിറ്റലിലാകട്ടെ ഒരാൾ പുറത്തെന്തോ സൗണ്ട് കേട്ട് തുറന്നു നോക്കുമ്പോൾ അവിടെ ഒരാൾ അതിദാരുണമായ നിലയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അയാളുടെ മുഖം കാണാൻ പറ്റാത്ത രീതിയിൽ അടിച്ചു തകർത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു സാധനം മാത്രം അതിൽ നിന്നും കിട്ടുന്നു. അതൊരു ആർട്ടിഫിഷ്യൽ കണ്ണായിരുന്നു. ഡാനിയുടെ വീട്ടിൽ വന്ന അതേ ആളുടെ കണ്ണ് തന്നെ. അയാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ടെഡ് ഒരു കടയിലേക്ക് വരുന്നതാണ്. കുറെ ആന്റിക് പീസുകളെല്ലാം ഇരിക്കുന്ന ഒരു ഷോപ്പായിരുന്നു അത് ഡാനിയുടെ ഇരട്ട സഹോദരി ഡാർസിയുടേതാണ്. അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും അന്ന് വന്ന ആ കണ്ണില്ലാത്ത ആള് ഡാനിയെ കൊന്നുവെന്ന്. ഈ ഡാർസിക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ടായിരുന്നു. ചില സാധനങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അവൾക്ക് അതിനെപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ആൾക്കാരുടെ ശരീരത്തിൽ തൊട്ടാൽ പോലും അവരുടെ മനസ്സിലും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും അവൾക്ക് മനസ്സിലാകും. ടെഡ് വരുമ്പം തന്റെ കയ്യിൽ ഒരു ചെറിയ ബെല്ലുമായിട്ടാണ് അവൾ ഇരുന്നിരുന്നത്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ടെഡിനോട് അവൾ പറയുന്നുണ്ട്, ഇതൊരു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ബെൽബോയുടേതായിരുന്നു. എന്നാൽ അയാളുടെ മരണത്തിന് ശേഷം ഈ ബെല്ല് ആരൊക്കെ അടിക്കുന്നോ ആ ആൾക്കാരെ വന്നിട്ട് ഈ ബെൽബോയ് കൊന്നുകളയും. ആ ബെൽബോയുടെ പ്രേതം ഈ ബെല്ലിലുണ്ട് എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ ടെഡിന് ഈ വക കാര്യങ്ങളൊന്നും തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പ്രേതവും വിശ്വാസവും ഒന്നും ഇല്ലാന്ന് തന്നെയാണ് ടെഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഡാനിയെ കൊന്ന ആള് മരിച്ചു എന്നുള്ള വിവരം ഡാർസി ടെഡിൽ നിന്നും നേരത്തെ അറിഞ്ഞിരുന്നു. അയാളുടെ ശരീരത്തിൽ നിന്നും അവശേഷിച്ച ആ ആർട്ടിഫിഷ്യൽ കണ്ണ് കൊണ്ടുവരാൻ ടെഡിനോട് അവൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇവൾക്ക് ഈ പവേഴ്സ് ഒക്കെ ഉള്ളതല്ലേ. ആ ഒരു സാധനം വെച്ചിട്ട് അയാളുടെ മനസ്സിൽ അപ്പോൾ എന്താണ് കടന്നു പോയതെന്നും ഡാനിയെ എന്തിനാണ് അയാൾ കൊന്നതെന്നൊക്കെ കണ്ടുപിടിക്കാനായിരുന്നു. പക്ഷെ ഇവളുടെ ഈ പവേഴ്സിൽ ഒന്നും തന്നെ ടെഡിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്തായാലും അവൾ ആവശ്യപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് അവനത് കൊണ്ട് അവളുടെ കയ്യിൽ തന്നെ കൊടുക്കുന്നു. ആ സമയത്ത് ടെഡിന്റെ കയ്യിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ ഡാർസിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. ടെഡിന്റെ ജീവിതത്തിൽ മറ്റേതോ ഒരു പെൺകുട്ടിയുണ്ട്. ഡാനി മരിച്ചിട്ട് അധികമൊന്നും ആയിട്ടില്ല. അതിനു മുൻപ് തന്നെ അവൻ ആരുടെയോ കൂടെ റിലേഷൻഷിപ്പിലായിരിക്കുന്നു. അത് ആരാണെന്നുള്ള രീതിയിൽ ഡാർസി അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, തന്റെ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ അസിസ്റ്റന്റ് ആയ യാന എന്ന പെൺകുട്ടിയാണത്. അത്രയും പറഞ്ഞിട്ട് ടെഡ് അവിടെ നിന്നും പോയി. ഡാർസി ആ കൊലപാതകയുടെ ആർട്ടിഫിഷ്യൽ കണ്ണെടുത്ത് തന്റെ കയ്യിൽ വെച്ചിട്ട് കണ്ണടച്ചിരുന്ന് എന്തൊക്കെയോ മനസ്സിൽ ധ്യാനിക്കുന്നു. ആ സമയത്ത് അവളുടെ ഉള്ളില് എന്തൊക്കെയോ രൂപങ്ങളൊക്കെ തെളിയുന്നുണ്ടായിരുന്നു. ഒരു മാസ്ക് ധരിച്ച മനുഷ്യനെയും കാണുന്നുണ്ട്. എന്തൊക്കെയോ ഞെട്ടിക്കുന്ന ഒരുപാട് സത്യങ്ങൾ അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. തന്റെ വീട്ടിലുള്ള അടച്ചിട്ടിരുന്ന ഒരു മരപ്പെട്ടിയുടെ അടുത്തേക്ക് അവൾ പോകുന്നുണ്ട്. അതിലേക്ക് തല കമഴ്ത്തി വെച്ച് അവൾ കുറച്ചുനേരം ഇരുന്ന് കരയുന്നു. അതിനുള്ളിൽ എന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഒരു താഴിട്ടത് പൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ടോഡും ഡാനിയും ചേർന്നിട്ട് ആ പണി കഴിപ്പിച്ചുകൊണ്ടിരുന്ന വീടുണ്ടായിരുന്നില്ലേ, അതിന്റെ പണിയെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ അവിടെ താമസിക്കുന്നത് നമ്മുടെ ടെഡും അവന്റെ പുതിയ ഗേൾഫ്രണ്ട് യാനയുമാണ്. ടെഡിന് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. യാനയാകട്ടെ മരിച്ചുപോയി ഡാനിയുടെ ക്യാമറ എടുത്ത് വെച്ച് അതിലുണ്ടായിരുന്ന പിക്ചേഴ്സ് എല്ലാം തന്നെ അവനെ കാണിക്കുന്നു. ഇതെന്തൊക്കെയോ രൂപം പോലെ തോന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിന്റെ തോന്നലാണെന്നാണ് ടെഡ് പറയുന്നത്. ആ ക്യാമറയാകട്ടെ ഇടവിട്ടിടവിട്ട് തനിയെ പിക്ചേഴ്സ് എടുക്കുമായിരുന്നു. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാ. ടെഡ് ജോലിക്ക് പോകാൻ തുടങ്ങിയതും യാന പറയുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന്. ആ വീട്ടിൽ വെച്ചാണ് ഡാനി മരിച്ചത്. അതുകൊണ്ട് അവൾക്ക് അവിടെ നിൽക്കാൻ പേടിയായിരുന്നു. നിന്റെ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ മാറിയിട്ട് ഡേ ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ഞാൻ ഇവിടേക്ക് വരാം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ആ പെട്ടി അവൾ ശ്രദ്ധിക്കുന്നത്. ഇതെവിടെ
അതെവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ ടെഡ് പറയുന്നുണ്ട് അത് ഡാനിയുടെ സഹോദരി ഡാർസി അയച്ചതാണെന്ന്. ഇതിനുള്ളിൽ എന്താണെന്ന് ഞാൻ തുറന്നു നോക്കിയില്ല. യാന പോയി നോക്കുമ്പോൾ അത് ലോക്കായിരുന്നു. പെട്ടെന്ന് പുറത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുന്നു. അവള് പോയി നോക്കുമ്പോൾ അത് ഡാർസി ആയിരുന്നു. ഡാർസിയെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതേ ഉള്ളൂ. ദേ അവൾ ഇവിടെ വന്ന് നിൽക്കുന്നു. ഒരു അറിയിപ്പില്ലാതാണ് ഡാർസി വന്നിരിക്കുന്നത്. ടെഡ് അവളെ എന്തായാലും വീട്ടിലേക്ക് സ്വീകരിക്കുന്നു. അന്നൊരു ദിവസം അവൾക്ക് അവിടെ നിൽക്കണമെന്നുള്ള വാശിയിലാണ് അവൾ വന്നത് തന്നെ. ടെഡിന് നോ പറയാനും തോന്നിയില്ല. യാനയ്ക്ക് ഇതൊന്നും തന്നെ തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ജോലിക്ക് പോവുക, നിങ്ങൾ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ടെഡ് പോയി. കുറച്ചുനേരം യാനയും ഡാർസിയും സംസാരിക്കുന്നു. യാനയ്ക്ക് ഡാർസി തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. താൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ സാധനങ്ങളും എടുത്ത് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാകട്ടെ ആ മരപ്പെട്ടി തുറന്നിരിക്കുന്നു. നിങ്ങളാണത് തുറന്നെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല എന്നാണ് ഡാർസി പറയുന്നത്. എന്റെ കീ കണ്ടോന്ന് ചോദിച്ച് അവൾ അവിടെയെല്ലാം തന്നെ അവളുടെ കാറിന്റെ കീ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ എങ്ങും തന്നെ അത് കാണുന്നുണ്ടായിരുന്നില്ല. ഡാർസി അതിനിടയ്ക്ക് പറയുന്നുണ്ട് തനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി തന്നിട്ട് നീ പോകാൻ. എന്നാൽ അവിടെ ഫ്രിഡ്ജുണ്ട്, അതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കാനാണ് യാന പറയുന്നത്. അവൾ തന്റെ കീ വീണ്ടും അന്വേഷിച്ചെങ്കിലും എങ്ങും കാണുന്നില്ല. വേറെ നിവൃത്തിയില്ലാതെ അന്ന് അവൾക്ക് അവിടെ തന്നെ തങ്ങേണ്ടി വരികയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ ഡാർസിക്ക് വേണ്ടിയിട്ട് ആഹാരം ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഡൈനിങ് ടേബിളിന്റെ അടുത്തായിട്ട് ആ പെട്ടിയിൽ നിന്നും എടുത്ത രൂപത്തെ ഡാർസി വെച്ചിട്ടുണ്ടായിരുന്നു. നീയും ടെഡും പരിചയപ്പെട്ടിട്ട് എത്ര നാളായെന്ന് ചോദിക്കുമ്പോൾ യാന പറയുന്നുണ്ട് 2 വർഷമായിന്ന്. ഹോസ്പിറ്റലിൽ വെച്ചാൽ ഞങ്ങൾ കണ്ടുമുട്ടിയത് തന്നെ. എന്റെ സഹോദരി മരിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ യാന പറയുന്നുണ്ട് ഒരിക്കലുമില്ല, ഞങ്ങൾ ആ സമയത്ത് ഫ്രണ്ട്സ് ആയിരുന്നു. നിന്റെ വരുമാന മാർഗം എങ്ങനെയാണെന്ന് ഡാർസിയോട് യാന ചോദിക്കുമ്പോൾ ഡാർസി പറയുന്നുണ്ട് എന്റെ അമ്മ തന്നതാണ് ആ ആന്റിക് ഷോപ്പ്, ഞാനത് നടത്തിക്കൊണ്ട് പോകുന്നേ ഉള്ളൂ. പക്ഷെ എന്റെ മെയിൻ ഇൻകം വരുന്നത് ഒബ്ജക്ട് റീഡിംഗ് ചെയ്യുന്നതിലൂടെയാണ്. എന്തെങ്കിലും ഒരു വസ്തു എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് തൊടുന്നതിലൂടെ എനിക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റും. ഈ അടുത്തിടെ ഒരു സ്ത്രീ അവരുടെ ഹസ്ബൻഡ് വെഡിങ് റിംഗുമായിട്ട് എന്റെ അടുത്ത് വന്നിരുന്നു. ആ റിംഗ് തൊട്ടതിലൂടെ എനിക്ക് മനസ്സിലായി അയാൾ ആ സ്ത്രീയെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. എന്നാൽ യാനയ്ക്ക് ഇവരീ പറയുന്ന കാര്യങ്ങളിലൊന്നും തന്നെ വലിയ വിശ്വാസമൊന്നും തോന്നുന്നില്ല. കുറച്ചു കഴിഞ്ഞ് അവർ ഡാനിയുടെ മരണത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അന്ന് ഡാനിയെ കൊന്ന ആ ആളാകട്ടെ ടെഡിന്റെ പേഷ്യന്റ് ആയിരുന്നു. പിന്നീട് അയാൾ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു പോവുകയും ചെയ്തിരുന്നല്ലോ. ഇങ്ങനെ പറയുമ്പോൾ ഡാർസി ചോദിക്കുന്നുണ്ട് എന്റെ സിസ്റ്ററിന്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ അന്ന് രാത്രി അയാൾക്ക് വേണ്ടിയിട്ട് വാതിൽ തുറന്നു കൊടുക്കുമോ എന്ന്. ഒരിക്കലും കൊടുക്കില്ല എന്നാണ് യാന പറയുന്നത്. അതുപോലെ തന്നെയാണ് എന്റെ സിസ്റ്ററും ചെയ്തത്. അവളും അയാൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തിട്ടില്ല. എന്നാൽ അതങ്ങനെ ശരിയാവും? അവള് വാതിൽ തുറന്നു കൊടുത്തിട്ടല്ലേ അയാൾ അവളെ കൊന്നത് എന്നാണ് യാന ചോദിക്കുന്നത്. എന്നാൽ ഡാർസി പറയുന്നു അയാളല്ല അവളെ കൊന്നത്. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഡാർസി പറഞ്ഞ പോലെ അന്ന് ഡാനി മണ്ടത്തരമൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സ്ട്രേഞ്ചറിന് വേണ്ടിയിട്ട് അവൾ ആ വാതിൽ തുറന്നില്ല. അവസാനം ആ ഒറ്റക്കണ്ണം പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ്, നീ ഈ വാതിലിന്റെ അടുത്ത് തന്നെ സേഫ് ആയിട്ട് നിൽക്ക്, ഞാൻ ടൗണിൽ പോയിട്ട് പോലീസിലേക്ക് കോൾ ചെയ്യാം എന്നും പറഞ്ഞിട്ട് അയാൾ പോയി. അവള് പേടിച്ച് ആ ടെന്റിനകത്ത് ഇരിക്കുകയായിരുന്നു. തന്റെ ക്യാമറ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് തനിയെ ഫോട്ടോസ് എടുക്കുമായിരുന്നല്ലോ. അവളങ്ങനെ ഫോട്ടോസ് നോക്കുമ്പോൾ ഉള്ളിലേക്ക് മാസ്ക് ധരിച്ച ഒരാൾ കയറിയെന്ന് അവൾക്ക് മനസ്സിലായി. ആ സ്ട്രേഞ്ചർ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് മനസ്സിലായതോടുകൂടി അവൾ ആകെ പേടിക്കാൻ തുടങ്ങി. പക്ഷെ ആ സമയം കൊണ്ട് അയാളെ വന്ന് ആക്രമിക്കുകയും അവളെ കൊല്ലുകയും ചെയ്തിരുന്നു. അവളെ കൊന്നത് അതേ സൈക്കാട്രി ഹോസ്പിറ്റലിലെ തന്നെ ഇവാൻ എന്ന് പറയുന്നൊരു മെയിൽ നേഴ്സാണ്. ഇതെല്ലാം തന്നെ എന്റെ പവർ ഉപയോഗിച്ച് ഞാൻ മനസ്സിലാക്കിയതാണ്. ഡാർസി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് എനിക്ക് പേടിയാകാൻ തുടങ്ങിയിരുന്നു. അവൾ ഡാർസി കാണാതെ പെട്ടെന്ന് പോയി ടെഡിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. ആ സമയത്ത് ടെഡ് ആകട്ടെ ഈ പറയുന്ന മെയിൽ നേഴ്സുമായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യാന പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ടെഡ് ഒന്ന് ഷോക്കായി. അവൾ പറയുന്നൊന്നും നീ വിശ്വസിക്കാൻ നിൽക്കേണ്ട, അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങുന്നതാ നല്ലത്. എന്നാൽ എന്റെ കാറിന്റെ കീ കാണുന്നില്ല, ഇതും അവൾ തന്നെയായിരിക്കും എടുത്ത് മാറ്റിവെച്ചതെന്നാണ് യാന പറയുന്നത്. നീ ഒരു കാര്യം ചെയ്ത് തൽക്കാലം ബെഡ്റൂമിൽ പോയിട്ട് വാതിലടിച്ച് കിടന്നുറങ്ങ്, ഞാൻ രാവിലെ അങ്ങ് എത്തിയേക്കാം. എന്നാൽ അകത്തേക്ക് പോയെങ്കിലും അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോൾ ഡാർസിയ ചെയറിൽ തന്നെ ഇരുന്ന് ഉറങ്ങിയിരുന്നു. എന്നാൽ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അവിടെ അവൾ ആ പെട്ടിയിൽ നിന്ന് എടുത്തു വെച്ചിരുന്ന ആ മരപ്പലകയുണ്ടല്ലോ, അതിനൊരു മനുഷ്യന്റെ രൂപമാണ്. അതിന്റെ തലയിൽ കുറെ ഹോൾസ് അവൾ കണ്ടിരുന്നു. അവൾ പതിയെ താഴേക്ക് ഇറങ്ങിപ്പോയി. ഡാർസി കാണാതെ ആ മരപ്പലകയുടെ ഹോൾസിൽ എന്തൊക്കെയാണെന്ന് അവൾ നോക്കുന്നു. അതിൽ ഓരോ ഹോളിലും മുടിയും നഖവും ബ്ലഡും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടത് അവൾ പേടിച്ചു. പെട്ടെന്ന് ഡാർസി പറയുന്നുണ്ട് നീ എന്തിനാ അതൊക്കെ എടുക്കാൻ പോയത്? എടുത്ത സാധനങ്ങളെല്ലാം തന്നെ എടുത്തെടുത്ത് തിരിച്ചു വെക്കണം. കണ്ണു കാണാത്ത അവൾ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ഡാർസി അവളെ വഴക്ക് പറഞ്ഞതും യാന പെട്ടെന്ന് മുകളിലേക്ക് കയറിപ്പോയി. അവൾ കയറിപ്പോയെന്ന് ഉറപ്പായതും അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം ഡാർസി ആ മരപ്പലകയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ടേബിളിൽ 2 കൈകളും വിരിച്ചു വെച്ചിരിക്കുന്നുണ്ട്. കുറെ നേരം കിടന്നെങ്കിലും യാനയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ ആ ക്യാമറയിലെ പഴയ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കെ അതിൽ പെട്ടെന്ന് ഡാനിയുടെ പ്രേതം വരുന്നതായിട്ട് തോന്നുന്നു. ക്യാമറ താഴേക്കിട്ട് അവൾ ചാടി എഴുന്നേറ്റു. അത് പെട്ടെന്ന് ഫ്ലാഷ് അടിക്കുകയും ആ റൂമിന്റെ മൂലയ്ക്കായിട്ട് ഡാനിയുടെ പ്രേതത്തെ കാണുകയും ചെയ്യുന്നു. അവൾ പേടിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. ഡാർസിയെ കുറെ തവണ വിളിച്ചെങ്കിലും അവൾ ഉറക്കം തന്നെയായിരുന്നു. പെട്ടെന്ന് അവൾ നോക്കുമ്പോൾ ആ തറയിലായിട്ട് തന്റെ കാറിന്റെ കീ കിടക്കുന്ന കാണുന്നു. ഇത്രയും നേരം നോക്കിയിട്ടും കാണാത്ത സാധനം ഇപ്പോൾ ഇവിടെ കിടക്കുന്നു. എന്തായാലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾ അതും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ മുഴുവൻ ഇരുട്ടായിരുന്നു. ഒരു വിളക്കും കത്തിച്ച് അവൻ ഉള്ളിലേക്ക് കടന്നു. അവൻ നോക്കുമ്പോൾ ഡാർസിയാകട്ടെ അവിടെ ഒറ്റയ്ക്കിരുന്ന് കരയുന്നു. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ഡാനിയെ കൊന്നത് അയാളല്ല, ആ ഒറ്റക്കണ്ണനല്ല. പാവം, ഞാൻ അയാളെ തെറ്റിദ്ധരിച്ചിട്ട് അയാളുടെ ബെഡിൽ നിന്നും അയാളെ താഴേക്ക് വലിച്ചിട്ട് അയാളെ ക്രൂരമായി ഞാൻ കൊന്നു. ടെഡ് ഇതെല്ലാം കേട്ട് ഞെട്ടിപ്പോയി. അതായത് ഡാനിയെ കൊന്നത് ആ കണ്ണില്ലാത്ത ആളാണെന്ന് കരുതിയിട്ട് തെറ്റിദ്ധരിച്ച് ഡാർസിയാണ് അയാളെ ക്രൂരമായി കൊന്നത്. പക്ഷെ ഇപ്പോൾ ഡാർസിക്ക് മനസ്സിലായിരിക്കുന്നു ഡാനിയെ കൊന്നത് അയാളല്ല, ആ മെയിൽ
നേഴ്സ് ഇവാനാണെന്ന്. നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ടെഡ് ചോദിക്കുമ്പോൾ അവൾ വീണ്ടും പറയുന്നുണ്ട്, ഇവാനെ ഇതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിച്ചത് നീ തന്നെയാണ്. നീയാണ് ഈ കളികൾക്കെല്ലാം തന്നെ പിന്നില്. നീയും യാനയും തമ്മിൽ കുറച്ച് നാളായിട്ട് പ്രണയത്തിലാണ്. അവളുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്റെ സഹോദരിയെ കൊന്ന് അവളുടെ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ തട്ടിയെടുക്കാനായിരുന്നു നിന്റെ പ്ലാൻ. അന്ന് പാവം എന്റെ സഹോദരിയെ രക്ഷിക്കാനായിരുന്നു ആ ഒറ്റക്കണ്ണുള്ള ആള് വന്നത്. ഇനിയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ശരിക്കും ഡാർസി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയായിരുന്നു. ടെഡും ആ മെയിൽ നേഴ്സും ചേർന്നിട്ട് പ്ലാൻ ഇട്ട് തന്നെയാണ് ഡാനിയെ കൊന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്തെ റൂമിലുണ്ടായിരുന്ന ആ ഒറ്റക്കണ്ണൻ കേട്ടിരുന്നു. അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഡാനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വന്നത് തന്നെ. എന്നാൽ ടെഡ് ഡാർസിയോട് പറയുന്നുണ്ട്, ഒരിക്കലും ഞാനല്ലതൊന്നും ചെയ്തതെന്ന്. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. വേണമെങ്കിൽ ഈ കേസ് അന്വേഷിച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനെ നമുക്ക് പോയി കാണാം. ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ടും വരുന്നില്ലെന്നാണ് ഡാർസി പറയുന്നത്. ശരി, നീ വരുന്നില്ലെങ്കിൽ വേണ്ട. ഞാൻ അവിടെ പോയിട്ട് അയാളോട് സംസാരിച്ച ശേഷം നിന്നെ വിളിക്കാൻ പറയാം. എന്റെ ഫോൺ ഇവിടെ ഇരിക്കട്ടെ. ഈ ഫോണിലേക്ക് കുറച്ചു കഴിയുമ്പോൾ അയാളെ കൊണ്ട് ഞാൻ വിളിപ്പിക്കും. നീ ഫോൺ എടുക്കണം. എല്ലാ സത്യങ്ങളും അയാൾ പറയും. ഇത്രയും പറഞ്ഞിട്ട് ടെഡ് അവിടെ നിന്നും പോയി. ടെഡ് ശരിക്കും പോകുന്നത് തന്റെ ഹോസ്പിറ്റലിലേക്കാണ്. അവിടുത്തെ ലാൻഡ് ലൈനിൽ നിന്നും തന്റെ ഫോണിലേക്ക് അവൻ വിളിക്കുന്നു. ആ ഫോൺ അവിടെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത് ഡാർസി കേൾക്കുന്നുണ്ടായിരുന്നു. അവള് പതിയെ ഫോണിന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു കെണിയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പലക നേരത്തെ തന്നെ ടെഡ് മാറ്റിയിരുന്നു. ഫോൺ എടുക്കാൻ അവള് വരുമ്പോ അവൾ ആ കുഴിയിലേക്ക് വീഴുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. താഴേക്ക് വീണ് അവൾക്ക് നല്ലപോലെ പരുക്ക് പറ്റി. ഇവിടെ ടെഡ് ആ ഇവാൻ എന്ന് പറയുന്ന മെയിൽ നേഴ്സിനോട് പറയുന്നുണ്ട്, നീ വീട്ടിലേക്ക് ചെല്ലണം. അവൾക്ക് എന്തായാലും പരുക്ക് പറ്റി അവിടെ കിടപ്പുണ്ടായിരിക്കും. അവൾ മരിച്ചില്ലെങ്കിൽ മരിച്ചു എന്ന് ഉറപ്പുവരുത്തണം. ശരിക്കും പറഞ്ഞാൽ ഈ ഇവാൻ എന്ന് പറയുന്ന മെയിൽ നേഴ്സ് ആദ്യം ടെഡിന്റെ ഒരു പേഷ്യന്റ് ആയിരുന്നു. ആൾക്കാരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു സൈക്കോ ആയിരുന്നു അയാൾ. ടെഡ് പറഞ്ഞ പ്രകാരം അയാൾ ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആ മരപ്പലക അവിടെ തന്നെ ഇരിപ്പുണ്ട്. ടെഡ് വെച്ച കണ്ണിൽ ഡാർസി വീണിട്ട് അവളുടെ തലയ്ക്ക് നല്ലപോലെ പരിക്കേറ്റ് രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് ആ ഇവാനാകട്ടെ ടെഡിനെ വിളിച്ച് പറയുന്നുണ്ട്, ഇവൾ ഇപ്പൊ തന്നെ മരിച്ചു പോകുമെന്ന്. എന്നാൽ അവൾ മരിക്കുന്നതിന് മുമ്പ് തന്റെ കൈ ഉയർത്തിപ്പിടിച്ചിട്ട് എന്തൊക്കെയോ സിമ്പിൾസ് കാണിക്കുന്നു. ആ സമയത്ത് തന്നെ ആ മരപ്പലകയും കാണിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വെച്ച് മരിക്കുമെന്ന് ഡാർസി ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം ആത്മാവിനെ ആ മരപ്പലകയിലേക്ക് കയറ്റാനുള്ള എല്ലാ കാര്യങ്ങളും അവൾ നേരത്തെ തന്നെ ചെയ്തു വെച്ചിരുന്നു. ഇവാൻ അവിടെ നിന്നും തിരിച്ചു പോകാൻ ഇറങ്ങിയതും ആ മരപ്പലക ജീവൻ വെച്ചിട്ട് അയാളെ ആക്രമിക്കാൻ തുടങ്ങി. കുറച്ചു കഴിയുമ്പോൾ ഇവാന്റെ ബോധം പോയി. ആത്മാവിനെ ആവാഹനം ചെയ്ത ഇതേ മരപ്പലകയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ആ ഒരു കണ്ണില്ലാത്ത ആളെ തെറ്റിദ്ധരിച്ച് ഡാർസി കൊന്നതും. ആ മരപ്പലകയുടെ അടി കൊണ്ടിട്ട് ബോധം പോയി കിടക്കുകയായിരുന്നല്ലോ ഇവാൻ. പിന്നീട് ടെഡ് അവിടെ വരുമ്പോ ബോധം കെട്ട് കിടക്കുന്ന ഇവാനെയാണ് കാണുന്നത്. എന്നാൽ അയാളുടെ കൈയും കാലും എല്ലാം തന്നെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ടെഡിനെ സംബന്ധിച്ച് അവൻ അവന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഡാർസിയുടെ മരണത്തിന് പിന്നിൽ ഈ ഇവാനാണെന്ന് പോലീസുകാരുടെ മുന്നിൽ സ്ഥാപിക്കണം. എന്നാൽ ഇവാൻ അതിന് തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇവാൻ ടെഡിനോട് പറഞ്ഞെങ്കിലും ടെഡ് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ മരപ്പലയ്ക്ക് ജീവൻ വെച്ച് വന്ന് നിന്നെ ആക്രമിച്ചു എന്നൊക്കെയല്ലേ നീ പറയുന്നത്? ഇതൊന്നും പോലീസുകാർ വിശ്വസിക്കാൻ പോകുന്നില്ല. നീ മരിഞ്ഞുണ്ടാക്കിയ ഈ കഥ ഞാനും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ നീ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. ആ മരപ്പലക അവിടെ കിടപ്പുണ്ടായിരുന്നു. നീ പറഞ്ഞ പോലെ അതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ കത്തിച്ച സമയത്ത് അത് നനങ്ങിയെങ്കിലും ചെയ്യണമായിരുന്നു. അതവിടെ കത്തിത്തീർന്ന് പോവുകയാണ് ചെയ്തത്. നീ അതിനെ കത്തിച്ചു എന്ന് ഞെട്ടലോടുകൂടി ഇവാൻ ചോദിക്കുന്നു. ടെഡ് അതിനെ ശരിക്കും കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവാൻ താൻ പറയുന്നതെല്ലാം കേട്ടിട്ട് ഈ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത കാരണം ടെഡിന് ദേഷ്യം വന്നു. ഇവാനെയും കൊന്നുകളയാനായിരുന്നു ടെഡിന്റെ തീരുമാനം. അതിനു വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ അവർ വാ പോലും കെട്ടിയിട്ടിരുന്ന അതിക്രൂരനായ ഒരു സൈക്കോ ഉണ്ടായിരുന്നു. അയാളെ ഇവാന്റെ റൂമിലേക്ക് തുറന്നു വിടുന്നു. ആ സൈക്കോ വന്നിട്ട് ഇവാന്റെ ശരീരത്തിലെല്ലാം തന്നെ കടിക്കാൻ തുടങ്ങി. ഇവാന്റെ വിരലുകൾ ഉൾപ്പെടെ ആ സൈക്കോ കടിച്ചെടുത്തു. അങ്ങനെ ആ ജോലികളെല്ലാം തീർത്തിട്ട് ടെഡ് വീണ്ടും ആ വീട്ടിലേക്ക് പോകാൻ നേരം യാനെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നെ ഇനി മേലാൽ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് അവൾ ഒരു വോയിസ് മെയിൽ തന്നെ അവൻ അയച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ടെഡുമായിട്ട് ഇനിയൊരു ബന്ധവും തന്നെ പുലർത്താൻ താല്പര്യമുണ്ടായിരുന്നില്ല. ആകെ ദേഷ്യം വന്ന് ടെഡ് ആകട്ടെ ഡോർ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന്റെ മുന്നിൽ ഒരു പാഴ്സൽ ഇരിപ്പുണ്ടായിരുന്നു. അത് വന്നിരിക്കുന്നത് നമ്മുടെ ഡാർസിയുടെ ആന്റിക് ഷോപ്പിൽ നിന്നാണ്. അവൾ നേരത്തെ എന്തോ അയച്ചതായിരുന്നു അത്. അവനത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഡാർസി ഇടയ്ക്ക് ഒരു ബെല്ലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ബെല്ലായിരുന്നു അത്. അവന് ചിരി വരുന്നു. അവളെന്ന് പറഞ്ഞത് ഈ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ആ ബെൽബോയുടെ പ്രേതം വന്ന് ആരാണ്ട് കൊല്ലുമെന്നൊക്കെയാ. അവൻ ചിരിച്ചുകൊണ്ട് വെറുതെ അവിടെ ഇരുന്ന് ആ ബെല്ലടിക്കുന്നു. ചുറ്റും നോക്കുമ്പോൾ ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് അവൾ ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നു. അവനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാവം അവൻ അറിയുന്നുണ്ടായിരുന്നില്ല അവന്റെ ബാക്കിലായിട്ട് ആ ബെൽബോയുടെ പ്രേതം വന്നിരിക്കുന്നത്. ആ പ്രേതം അവനെയും കൊല്ലുമെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.